വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NIOS സീനിയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഉള്ള ഒരു സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ്. അതിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓഫീസ് പ്രൊഡക്ടിവിറ്റി ടൂൾസ് പാർട്ട് 1 എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഓഫീസ് പ്രൊഡക്ടിവിറ്റി ടൂൾസിലെ 2 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സോഫ്റ്റ്വെയർസുകളെ കുറിച്ചാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ സെക്കൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറും ആണ്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നിത്യ ജീവിതത്തിൽ തന്നെ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള 2 സോഫ്റ്റ്വെയറുകളാണ് മൈക്രോസോഫ്റ്റ് വേർഡും മൈക്രോസോഫ്റ്റ് എക്സലും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മൈക്രോസോഫ്റ്റ് വേർഡിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശേഷം നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് നോക്കാം. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോസോഫ്റ്റ് വേർഡ്, അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈ ഡിജിറ്റലി ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂസറെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. അഥവാ വേർഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് എഡിറ്റിംഗ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളായിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു മെയിൽ തയ്യാറാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള മെയിൽ മെർജ്, അതുപോലെ തന്നെ മറ്റ് ഫോർമാറ്റിംഗ് പോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓർഡർ വൈസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാം. സോ ഫസ്റ്റ് തന്നെ ഇതിൽ ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞിട്ട്. സോ മൈക്രോസോഫ്റ്റ് വേർഡ് ഇസ് എ പവർഫുൾ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ദാറ്റ് അലൗസ് യൂസർ ടു ക്രിയേറ്റ്, എഡിറ്റ് ആൻഡ് ഫോർമാറ്റ് ടെക്സ്റ്റ് ബേസ്ഡ് ഡോക്യുമെന്റ്. അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്, ഒരു പവർഫുൾ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് എന്ത് അലോ ചെയ്യുന്നുണ്ട്, നമുക്ക് ടെക്സ്റ്റ് ബേസ്ഡ് ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യാനും, ഫോർമാറ്റ് ചെയ്യാനും, എഡിറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ അത് ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബേസ്ഡ് ഡോക്യുമെന്റ്സ് കേട്ടോ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ട് പ്രൊഡക്ടിവിറ്റി ആപ്ലിക്കേഷൻ. അത് മൈക്രോസോഫ്റ്റ് സ്യൂട്ടിന്റെ ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് സ്യൂട്ടിന്റെ ഉള്ളിൽ വരുന്നത്, അതായത് മൈക്രോസോഫ്റ്റ് സ്യൂട്ടിൽ ഒരുപാട് മറ്റു സോഫ്റ്റ്വെയർസ് അടങ്ങിയിട്ടുണ്ട്, അതിലൊരു സോഫ്റ്റ്വെയർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിന് ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ അത് ടെക്സ്റ്റിലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കതിൽ ഇമേജസ് കൊണ്ടുവരാം, വീഡിയോസ് കൊണ്ടുവരാം, ചാർട്ട്സ് കൊണ്ടുവരാം, ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇൻറ്റ്യൂട്ടീവ് യൂസർ ഇന്റർഫേസ് എന്നാണ് പറയുന്നത്. അഥവാ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് അതിനുള്ളത്. നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു മുകളിൽ അതിൻ്റെ ടാസ്ക് ബാറുകളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കാണാം. അതായത് ഒരുപാട് ഹോം, അതുപോലെ തന്നെ വ്യൂ, ഡിസൈൻ പോലത്തെ ഒരുപാട് വ്യൂസ്, ഒരുപാട് ഓപ്ഷൻസ് നമുക്കതിൽ കാണാം. ആ ഒരു മോഡൽ, അതായത് അതിൽ ഹോം എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും, വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സംവിധാനത്തിന് നമ്മൾ റിബൺ എന്നാണ് പറയുന്നത്. അഥവാ ഒരു റിബൺ മോഡലാണ് എന്തുള്ളത്, ഇതിൻ്റെ ടാസ്ക് ബാറുകൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ടാസ്ക് ബാറുകൾ നമുക്കുള്ളത് ഒരു യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ദ യൂസർ ഇന്റർഫേസ് ഓഫ് മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് ഡിസൈൻഡ് ടു ബി ഇൻറ്റ്യൂട്ടീവ് ആൻഡ് യൂസർ ഫ്രണ്ട്ലി വിത്ത് എ വെറൈറ്റി ഓഫ് ടൂൾസ് ആൻഡ് ഫീച്ചേഴ്സ് ആക്സസിബിൾ ത്രൂ എ ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ലേഔട്ട്. അത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലേഔട്ടിലൂടെ നമുക്ക് സിമ്പിളായിട്ട് ഓരോരോ ഫംഗ്ഷൻസും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ഒരു യൂസർ ഇന്റർഫേസ് ഒക്കെ ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അതുപോലെ തന്നെ കോംപ്രഹെൻസീവ് ഫംഗ്ഷനാലിറ്റി ആണ്. And Word offers a wide range of features including advanced formatting options, spell checking, document templates, അതുപോലെ തന്നെ collaborating tools, etc. അതായത് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, വേർഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അത്രത്തോളം ഫംഗ്ഷൻസ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് ഫംഗ്ഷൻസുകളും, അതുപോലെ തന്നെ ഇതിൽ പറയുന്നത് പോലെ ഡോക്യുമെന്റ് ടെംപ്ലേറ്റുകൾ, അതുപോലെ തന്നെ കൊളാബറേഷൻ ടൂൾസ്, സ്പെൽ ചെക്കിങ് പോലത്തെ ഒരുപാട് അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ഫോർമാറ്റിംഗ് ടൂളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വേർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ പറയുന്നത് കീ ഫീച്ചേഴ്സ് ആൻഡ് ഫംഗ്ഷനാലിറ്റീസ് ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മളിത് പറയുന്നത്. സോ ഇതിൽ ഫസ്റ്റ് പറയുന്നത് അഡ്വാൻസ്ഡ് ഫോർമാറ്റിംഗ് ആണ്. അഡ്വാൻസ്ഡ് ഫോർമാറ്റിംഗ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് വേർഡ് ഓഫേഴ്സ് വൈഡ് റേഞ്ച് ഓഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഇൻക്ലൂഡിംഗ് ഫോണ്ട്, ടെക്സ്റ്റ് സൈസസ്, സ്റ്റൈൽസ് ആൻഡ് അലൈൻമെന്റ് അലോ യു ടു ക്രിയേറ്റ് പ്രൊഫഷണൽ ലുക്കിംഗ് ഡോക്യുമെന്റ്സ് വിത്ത് ഈസ്. അതായത് നമ്മളൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അതായത് ടെക്സ്റ്റിന്റെ വലിപ്പമായിക്കോട്ടെ എല്ലാം എന്തായാലും ഒരേ രൂപത്തിലാകാൻ പാടില്ല. അതെന്തായാലും അതിൻ്റെ ആ ഒരു
പ്രൊഫഷണൽ ലുക്കിനത്തെ രീതിയിൽ പൊതുവെ ബാധിക്കും അല്ലേ. നമുക്ക് ഓരോ ടെക്സ്റ്റുകൾ നമുക്ക് ഓരോ സൈസിൽ വേണ്ടി വരും, ചിലപ്പോൾ ഓരോന്ന് ബോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും, ചിലത് നമുക്ക് അണ്ടർലൈൻ കൊടുക്കേണ്ടതായിട്ട് വരും. പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേർഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എഡിറ്റിംഗ് ടൂൾസ് ആണ്. വേർഡ് പവർഫുൾ എഡിറ്റിംഗ് ഫീച്ചേഴ്സ് സച്ച് ആസ് സ്പെൽ ചെക്ക്, ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, ട്രാക്ക് ചേഞ്ചസ്, മേക്ക് ഇറ്റ് ഈസിയർ ടു റിവ്യൂ ആൻഡ് റിഫൈൻ യുവർ വർക്ക്. ഇനിയിപ്പോൾ നമ്മൾ വർക്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെ ഉപയോഗിക്കാം, റീപ്ലേസ്, അതുപോലെ തന്നെ സ്പെൽ ചെക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് സീംലെസ് കൊളാബറേഷൻ ആണ് വിത്ത് ബിൽറ്റ് ഇൻ ടൂൾസ് ഓഫ് കോ-ഓതറിംഗ്, കമന്റിംഗ് ആൻഡ് ഷെയറിംഗ്, റിയൽ ടൈം കൊളാബറേഷൻ, ഫീഡ്ബാക്ക് ഓൺ ഡോക്യുമെന്റ്സ്. അതായത് റിയൽ ടൈം ഫീഡ്ബാക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് കസ്റ്റമൈസബിൾ ടെംപ്ലേറ്റ്സ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വേർഡിന്റെ ടെംപ്ലേറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡോക്യുമെന്റ് ക്രിയേഷൻ ആൻഡ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം. ഈ ഒരു സെക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പുതിയൊരു ഡോക്യുമെന്റ്, ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രാപ്പിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ക്രിയേറ്റ് ന്യൂ ഡോക്യുമെന്റ്, ഈസിലി സ്റ്റാർട്ട് എ ബ്ലാങ്ക് ഡോക്യുമെന്റ്, യൂസ് എ പ്രീ ഡിസൈൻ ടെംപ്ലേറ്റ്. ഒന്നിൽ പ്രീ ഡിസൈൻ ടെംപ്ലേറ്റ് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശേഷം എന്ത് ചെയ്യാം, ഫോർമാറ്റിംഗ് ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെതായിട്ടുള്ള ടൂൾസുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം പേജ് സെറ്റപ്പ് ആണ്. നമുക്ക് വേണ്ട സൈസിൽ വേണ്ട രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പ്രിന്റ് ചെയ്തെടുക്കാനുള്ള സംവിധാനം കൂടി നമുക്ക് എന്തുണ്ട്, ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡിൽ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. ടെക്സ്റ്റ് എഡിറ്റിംഗ് ആൻഡ് മാനിപ്പുലേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ടെക്സ്റ്റ് ഭാഗങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അതായത് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്, അതുപോലെ തന്നെ മാർക്കപ്പ് ആൻഡ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ. അതുപോലെ തന്നെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് ഫോർമാറ്റ് പെയിന്റിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. നമ്മൾ നോർമലി അതിൻ്റെ ഒരു വീഡിയോ രൂപത്തിലാണ് കാണിക്കാറുള്ളത്. ഓക്കെ, നമ്മുടെ ഫുൾ ക്ലാസ്സസിൽ നമ്മൾ ആ രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫോർമാറ്റ് പെയിന്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടാകും. ആ സ്റ്റൈലിലെ സെയിം കോപ്പി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഫോർമാറ്റ് പെയിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഓക്കെ, പിന്നെ കൊളാബറേറ്റിംഗ് ആൻഡ് ഷെയറിംഗ്. ഇതിൽ പറയുന്നത് നമുക്ക് വേർഡിലെ ഒരു ഡോക്യുമെന്റിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് വേർഡ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ടു കൊളാബറേറ്റ് ഓൺ ദ സെയിം ഡോക്യുമെന്റ് സൈമൾട്ടേനിയസ്ലി. ഓക്കെ, ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്യാം, ഒരു വേർഡിൽ അതിൻ്റെ വർക്കുകൾ ചെയ്യാം. അതെന്ത് ചെയ്യും, കണ്ടിന്യൂറ്റി, വർക്കിൻ്റെ കണ്ടിന്യൂറ്റിയും അതുപോലെ തന്നെ സിമ്പിളായിട്ട് വർക്ക് ചെയ്യാൻ ഒരു സംവിധാനം കൂടി അതിൽ നിന്ന് ലഭിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഷെയറിംഗ് ആൻഡ് കമന്റിംഗ്, അതുപോലെ തന്നെ ക്ലൗഡ് ഇൻറ്റഗ്രേഷൻ. ക്ലൗഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ക്ലൗഡ് സ്റ്റോറേജ് ഡിവൈസസ് ആണ്, ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, വേർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള പറയുന്നു. നെക്സ്റ്റ് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ടേബിൾസ്, ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം. അതായത് നമുക്കറിയാം, ഡാറ്റകൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് എന്ത്, ഇതുപോലത്തെ ചാർട്ടുകളും അതുപോലെ തന്നെ ഗ്രാഫുകളും ടേബിളുകളും ഒക്കെ. അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് എന്ത്, നമുക്ക് വേർഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിലെ ഡാറ്റകൾ ഉപയോഗിച്ച് നമുക്ക് ഇനി ഓരോ ചാർട്ടുകൾ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആ ചാർട്ടുകൾക്ക് അനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് വേർഡ് അലൗസ് യു ടു ഈസിലി ക്രിയേറ്റ് ആൻഡ് ഫോർമാറ്റ് ടേബിൾ, ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ് ടു വിഷ്വലൈസ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ടേബിൾ ക്യാൻ ബി യൂസ് ടു ഓർഗനൈസ് കണ്ടന്റ് ഇൻ റോ ആൻഡ് കോളം. അതുപോലെ നമുക്ക് ഇപ്പോൾ കുട്ടികളുടെ മാർക്കുകളായിക്കോട്ടെ, അല്ലെങ്കിൽ വിഷയങ്ങളുടെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, ഒക്കെ നമുക്ക് ടേബിൾ രൂപത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഓർഗനൈസ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈക്രോസോഫ്റ്റ് വേർഡിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയാൻ വേണ്ടി സ്റ്റൈൽസ് ആൻഡ് ടെംപ്ലേറ്റ്സ് ആണ്. സ്റ്റൈൽസ് ആൻഡ് ടെംപ്ലേറ്റ്സ് ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോണ്ടിൻ്റെ സ്റ്റൈലുകളായിക്കോട്ടെ, അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഫോണ്ട് സ്റ്റൈൽസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് വേർഡിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ടെംപ്ലേറ്റുകളായിക്കോട്ടെ, കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റുകളും ബിൽറ്റ് ഇൻ ടെംപ്ലേറ്റുകളൊക്കെ എന്താണ് നമുക്ക് വേർഡിൽ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേർഡിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് മെയിൽ മെർജ് എന്ന് പറയുന്ന ഒരു സംവിധാനം, മെയിൽ മെർജ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. മെയിൽ മെർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം, അതായത് ആ ഒരു സെയിം ഡോക്യുമെന്റ്, അതായത് എത്ര ആളുകളായിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സമയം നമുക്ക് അവർക്ക് ആ ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ നമുക്ക് അയക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ മെയിൽ മെർജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് പീപ്പിൾസിന് അല്ലെങ്കിൽ വ്യക്തികൾക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലെറ്റർ ആയിക്കോട്ടെ, ഏതെങ്കിലും ഡോക്യുമെന്റ് നമ്മൾ ഒരേ സമയം അയച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം, അതിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു വലിയൊരു ഫീച്ചറാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ലെറ്റർ അയക്കാമെന്ന് വിചാരിക്കുക. കാരണം അതിൻ്റെ കണ്ടന്റ് സെയിം ആയിരിക്കും, നമുക്ക് അഡ്രസ്സ് മാത്രമേ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ നമുക്ക് എന്താ പറയുക, അഡ്രസ്സിൻ്റെ ഒരു ഡാറ്റാബേസ് തയ്യാറാക്കിയിട്ട് അത് നമുക്ക് വേർഡിലോട്ട് ലിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, മെർജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എത്ര അഡ്രസ്സ് ആണുള്ളത് അത്ര ലെറ്റേഴ്സ് എന്ത് ചെയ്യും, അവിടെ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് ചെയ്യുന്നത് മെയിൽ മെർജ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഫീച്ചർ വെച്ചിട്ടാണ്.
അപ്പോൾ ആ ഒരു ഫീച്ചർ നമുക്ക് എന്താണ് വേർഡിൽ അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംവിധാനം കൂടിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ തിയറി ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ക്ലാസ്സസ് തന്നെ, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള എല്ലാ വർക്കുകളും ഒക്കെ ചെയ്തു പോകുന്ന ഒരു ക്ലാസ്സസ് നമുക്ക് നമ്മുടെ അക്കാഡമിയുടെ ആപ്പിൽ ലഭ്യമാണ്. നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ നമുക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നാഷണൽ അക്കാഡമിയുടെ ടീമുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം, അതായത് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പബ്ലിക് എക്സാമിൻ്റെ തിയറി പേപ്പറും അതുപോലെ തന്നെ പ്രാക്ടിക്കലിനും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണിത്. പ്രാക്ടിക്കലിന് നിർബന്ധമായിട്ടും, അതായത് എന്തായാലും ഒരു വിദ്യാർത്ഥിക്ക് എന്നുണ്ടായിരിക്കും ഇതിൽ ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് ഒരു പ്രാക്ടിക്കലിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുപോലെ ഒരു ആക്ടിവിറ്റി രൂപത്തിലാണ് ചെയ്യാനുണ്ടായിരിക്കുക. ആക്ടിവിറ്റി അതായത് നമുക്ക് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓരോ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടാവും. നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി, ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഓഫീസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ടൂൾസ് പാർട്ട് 1 എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പരിചയപ്പെടുന്ന രണ്ടാമത്തെ നമ്മുടെ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ വേറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഒരു ലോഗോ. ഇതിൽ ഒരുപാട് റോസ് ആൻഡ് കോളംസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഇതുപോലത്തെ ഒരു ഷീറ്റാണ് നമുക്ക് എന്ത് ചെയ്യുക ഇതിൽ കിട്ടുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് ലഭിക്കുന്നത് ഇതുപോലത്തെ റോസ് ആൻഡ് കോളംസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ് കിട്ടുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു വിധ ഡാറ്റകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഷീറ്റിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അതുകൊണ്ട് മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് എ പവർഫുൾ സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ ദാറ്റ് എനേബിൾസ് യൂസേഴ്സ് ടു സ്റ്റോർ, ഓർഗനൈസ് ആൻഡ് അനലൈസ് ഡാറ്റ എഫക്റ്റീവ്ലി. നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റകൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. അതിന് പ്രകാരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു എക്സൽ ഷീറ്റുകളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റു പവർഫുൾ ഫോർമുലാസും ഫംഗ്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒന്ന് ഫോർമുലാസ് ആൻഡ് ഫംഗ്ഷൻ ആണ്. അതായത് ഒരുപാട് ടൈപ്പ് ഫോർമുലാസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇത് എക്സാമ്പിൾ പറയുന്നത് സം ഉണ്ട്, ഓട്ടോ സം ഉണ്ട്, അതുപോലെ തന്നെ ആവറേജ്, മിനിമം, മാക്സ്, കൗണ്ട് ഇഫ് പോലത്തെ ഒരുപാട് എന്തുണ്ട് നമുക്ക് ഫംഗ്ഷൻസിൽ അവൈലബിൾ ആണ്. ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണ് നമുക്ക് എന്താ പറയുക ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രകാരമുള്ള ഒരുപാട് ഫംഗ്ഷൻസ് എന്നാണ് നമുക്ക് ഈ ഒരു എക്സലിൽ നമുക്ക് അവൈലബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡാറ്റ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം, ഇങ്ങനെയാണ് ഇതിന്റെ ഡാറ്റ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു സെല്ല് എന്ന് പറയുന്നത് റോസും കോളംസും കൂടി ചേരുന്നതിനാണ് നമ്മൾ സെല്ല് എന്ന് പറയുന്നത്. അതായത് അതിലൊരു സിമ്പിൾ ബോക്സുകൾ. ഓക്കെ, ആ സെല്ലുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റകൾ എൻ്റർ ചെയ്യുക. അതിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ മറ്റു കാര്യങ്ങളോട്ട് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ ഫംഗ്ഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റെല്ലാ രൂപത്തിലൂടെ അതിനെ മാറ്റുന്നത്. അതുപോലെ തന്നെ വേർഡ് പോലെ തന്നെ ഇതിൻ്റെ ടാസ്ക് ബാറുകളും റിബൺ സ്റ്റൈൽ തന്നെയാണ്, ആ ഒരു സെയിം സ്റ്റൈൽ തന്നെയാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെയാണ് അത് ഓരോ ഓപ്ഷൻ്റെ കീഴിലും ഒരുപാട് ഓപ്ഷൻസ് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഡാറ്റ അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് രൂപത്തിലുള്ള ചാർട്ടുകളും അതുപോലെ തന്നെ ഈ ഒരു നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റകളെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്തുണ്ട്, നമുക്ക് ഈ ഒരു എക്സലിൽ നമുക്ക് അവൈലബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിൻ്റെ ഒരു ഡാറ്റാബേസ് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്താണ്, നമുക്ക് ഈ ഒരു എക്സൽ നമുക്കതിന് ഉപയോഗിക്കാമെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സലിന് നമുക്ക് എക്സലിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സാമിന് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ആക്ടിവിറ്റി ബേസിലാണ് വരിക. നിങ്ങളുടെ ബുക്കിന്റെ പുറകിലുണ്ടാകും ആക്ടിവിറ്റീസ്, ആ ആക്ടിവിറ്റി രൂപത്തിലാണ് നമുക്ക് എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. നിർബന്ധമായിട്ട് നമുക്ക് എക്സലിൽ നിന്നും വേർഡിൽ നിന്നും ഓരോരോ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിന് ഉണ്ടായിരിക്കും. അതുപോലെ ഇതിൽ വരുന്ന മറ്റു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ MCQ ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, അതായത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പിന്നെ ഇതിൽ നിന്ന് നമുക്ക് പൊതുവെ വരാറുള്ളത്. പക്ഷേ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ ഇതിനെ പഠിക്കേണ്ടത് ഒരു പ്രാക്ടിക്കൽ ബേസിലായിട്ടാണ് നമ്മൾ ഇതിനെ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് പോലത്തെ ക്വസ്റ്റ്യൻസുകളും അത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതികളും ഒക്കെ നമുക്ക് എന്താണ്, ഞങ്ങളുടെ
നാഷണൽ അക്കാഡമി ക്ലാസ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിൽ കംപ്ലീറ്റ്ലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ നമ്മുടെ നാഷണൽ അക്കാഡമി ടീമുമായിട്ട് ബന്ധപ്പെടുക. അതെല്ലാം തന്നെ ഇതിൽ താഴെ കാണുന്ന നമ്പറിലോ മറ്റു കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതിലൂടെ നിങ്ങൾ ക്ലാസ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.